പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇന്റർഡക്കർ ഇന്റീരിയേഴ്സ്. ഞാനെന്നുള്ളത് കോഴിക്കോട് കൊയിലാണ്ടിയിലാണ്, ഗിരീഷ് സാറിൻ്റെ വീട്ടിലാണ്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ വീട്ടിൽ നമ്മൾ ഫെറോസിമെൻറ്റ് വെച്ച് കബോർഡുകളുടെ സ്ട്രക്ചർ, അതായത് കിച്ചണ്, വർക്ക് ഏരിയ, ബെഡ്റൂം, വാർഡ്രോബ്സ് ഇവയെല്ലാം ചെയ്തതിന് ശേഷം അതിന് ഡോറിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് ഹൈ ഗ്ലോസി അക്രിലിക് പാനലാണ്. മനോഹരമായ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഗിരീഷ് സാറ് ഫാമിലിയുമാണ്. നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം അവരോട് തന്നെ ചോദിക്കാം. സാറേ, നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം നമ്മുടെ വ്യൂവേഴ്സിനോടൊന്ന് പറയാമോ? കൂടാതെ എന്നിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് പറയാമോ? ആദ്യം തന്നെ മജീഷിന്റെ വീഡിയോ കണ്ടതാണ്, യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് കോൺടാക്ട് വിളിക്കുന്നത്. അതെ അതെ അതെ, സിസി വിളിച്ച് പിന്നെ നിങ്ങൾ തമ്മിലാണ് പിന്നെ കൂടുതൽ കോർഡിനേഷൻ. ഈ വീടിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുഴുവൻ സിസി മേഡം ആണ്. സിസി മേഡം ഈ വർക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട്? അത് സെയിം കോപ്പി മേഡം ചെയ്ത അതേ ഡിസൈൻ തന്നെ കോപ്പി ചെയ്തു എന്ന് തോന്നിയോ? തീർച്ചയായിട്ടും. ഈ വർക്ക് ഡിസൈൻ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നല്ല, പൂർണ്ണമായും ഡിസൈൻ ചെയ്തത് എൻ്റെ ഫ്രണ്ടായ ജനീഷാണ്. മൂന്ന് പേരുടെയും റിക്വയർമെന്റ് പ്രകാരം അവനാണ് ഇത് ഡിസൈൻ ചെയ്തത്. എന്റെ പുറകെ മുഴുവൻ അവനാണ് ഓടിയത്. അദ്ദേഹമാണ് വർക്ക് ചെയ്തത്. കൂടാതെ ഈ ഹൗസ് വാമിങ്ങിന് വന്നപ്പോൾ എല്ലാവരും എന്താണ് അഭിപ്രായം പറഞ്ഞത്? നല്ല അഭിപ്രായം, എല്ലാവർക്കും നല്ല അഭിപ്രായം. ഞങ്ങളുടെ ലാസ്റ്റ് വർക്ക് തീർന്ന ഒരു 6-7 ദിവസം മേഡം ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഓവറോൾ വർക്കേഴ്സിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് മേഡം തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ വർക്കേഴ്സിന്റെ ഒക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ലതാണ്, നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് അവർ അതേപോലെ തന്നെ ചെയ്തു. മോളുടെ റൂം എങ്ങനെ ഉണ്ടായിരുന്നു? മോള് ഉദ്ദേശിച്ച അതേ തീം, അതേ പാറ്റേൺ, കളറൊക്കെ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. സാറ്റിസ്ഫൈഡ് ആണ്. ഗിരീഷ് സാറും ഫാമിലിയും ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും വർക്ക് നിങ്ങൾ കണ്ടു നോക്കുക. മനോഹരമായിട്ടുള്ളൊരു കിച്ചണാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡാണ് കോമ്പിനേഷൻ. മജോറിറ്റി നമ്മൾ വൈറ്റാണ് കളർ ഇവിടെ എടുത്തിരിക്കുന്നത്. ഹൈ ഗ്ലോസി അക്രിലിക് പാനലാണ് ഡോറിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഫെറോസിമെൻ്റ് ആണ് സ്ട്രക്ചർ. ഇവിടെ നമ്മളൊരു ഐലൻഡ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു വുഡ് ഫിനിഷോട് കൂടിയ ഒരു ഓപ്പൺ സ്പേസ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇതുകൂടാതെ ഒരു ടോൾ യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിനകത്താണ് നമ്മൾ മൈക്രോവേവ് ഓവൻ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോസിമെൻ്റ് ആണിത്. സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ലോഫ്റ്റ് ഏരിയ കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ചെറിയൊരു സിറ്റിംഗ് ഏരിയ നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഈ സൈഡിലേക്ക് വരുമ്പോൾ സിങ്കിനോട് ചേർന്ന് തന്നെ നമ്മൾ 2 പ്ലേറ്റ് ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ക്ലോസ് ആണ്. സിങ്കിൻ്റെ ലെഫ്റ്റ് സൈഡിലും നമ്മൾ 2 പ്ലേറ്റ് ബാസ്ക്കറ്റ് ക്രമീകരിച്ചിരിക്കുന്നു. അതും സോഫ്റ്റ് ക്ലോസ് ആണ്. കൂടാതെ ഈ ഐലൻഡ് കിച്ചൻ്റെ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ ഐലൻഡ് കിച്ചൺ ഉപയോഗിക്കുന്നത്. അവിടെ ഒരു കട്ട്ലറി, കപ്പ് ആൻഡ് സോസർ, ഒരു പ്ലെയിന്, ഒരു ബോട്ടിൽ പുള്ളൗട്ട്, അങ്ങനെ 4 ബാസ്ക്കറ്റ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതും സോഫ്റ്റ് ക്ലോസ് ആണ്.
കൂടാതെ ഒരു 3 ബർണറിൻ്റെ ഒരു ഹോബും നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു. കിച്ചണിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്കുള്ള ഒരു എൻട്രൻസ് ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഫുഡൊക്കെ നേരെ ഡൈനിങ്ങിലേക്ക് സെർവ് ചെയ്യാം. കൂടാതെ മനോഹരമായ ഒരു ആർക്കിട്രേവും ഈ സെയിം വുഡ് ഫിനിഷ് നമ്മൾ കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം വുഡ് ഫിനിഷിൽ തന്നെ നമ്മൾ അവിടെയും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ കബോർഡിൻ്റെ സ്ട്രക്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഫെറോസിമെൻ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഡോറിന് വേണ്ടിയിട്ട് 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സിങ്കിനോട് ചേർന്ന് തന്നെ 2 പ്ലേറ്റ് ബാസ്ക്കറ്റ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. സോഫ്റ്റ് ക്ലോസ് ആണ്. കൂടാതെ സിങ്കിൻ്റെ നേരെ മുകളിലായി ഒരു ഗ്ലാസ് റാക്കും പ്ലേറ്റ് റാക്കും ക്രമീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി ഒരു ലോഫ്റ്റ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നു. പലരും ചോദിച്ചൊരു കാര്യമാണ് ഫെറോസിമെൻറ്റിൽ റോളിംഗ് ഷട്ടർ ചെയ്യാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും പറ്റും. ഇവിടെ ഒരു 45 സെൻറ്റിമീറ്ററിൻ്റെ ഒരു റോളിംഗ് ഷട്ടർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ വർക്ക് ഏരിയയിൽ ഒരു 3 ബർണറിൻ്റെ ഹോബാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ നമ്മളൊരു 3 ഡോർ കൊടുത്ത് സ്റ്റോറേജ് ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സ്മോക്ക്ലെസ് കിച്ചൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു സിറ്റിംഗ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലും നമ്മൾ സ്റ്റോറേജ് ഏരിയ കൊണ്ടുവന്നിരിക്കുന്നു. ഡോറുള്ള ഒരു ബെഡ്റൂം വാർഡ്രോബാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഫെറോസിമെൻ്റ് ആണ് സ്ട്രക്ചർ. കൂടാതെ സ്ലൈഡിംഗ് ഡോറാണ് നമ്മളിവിടെ ഡോറിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോസിമെൻ്റ്. കൂടാതെ ഒരു ഹാങ്ങിങ് പ്രൊവിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു ഡോർ കൂടി ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. അത് ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഡോർ കൂടി കൊടുത്തിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. നമ്മളൊരു ബേ വിൻഡോ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ കുഷൻ അടിച്ചിട്ടിരിക്കുന്നു. കബോർഡിൻ്റെ സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിൻഡോയുടെ 2 സൈഡിലുമായിട്ടാണ് നമ്മൾ വാർഡ്രോബ് ക്രമീകരിച്ചിരിക്കുന്നത്. രണ്ടും സ്ലൈഡിംഗ് ഡോറാണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോസിമെൻറ്റ് വെച്ച് സ്ട്രക്ചർ ചെയ്തെടുത്തിരിക്കുന്നു. ക്ലോത്തൊക്കെ വളരെ മനോഹരമായിട്ടാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ബ്ലൂവും കൂടാതെ വുഡുമാണ് കളർ കോമ്പിനേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലോഫ്റ്റ് ഏരിയ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. മറുസൈഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. അതുകൊണ്ട് തന്നെ ബാത്റൂം ഡോറ് ഇവിടെ ബാത്റൂമാണ്. അത് ബാത്റൂമാണെന്ന് മനസ്സിലാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡോറ് വച്ചത് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിന് 3 ഡ്രോ നമ്മൾ കൊടുത്തിരിക്കുന്നു. കൂടാതെ ഒരു ഡ്രസ്സിംഗ് ടേബിള്, ഒരു മിററ്, അതിനോടുകൂടി തന്നെ ഒരു ഡ്രോയും നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ മറ്റൊരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെയും നമ്മൾ ഫെറോസിമെൻ്റ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് തുറക്കുമ്പോൾ മനസ്സിലാകും ഫെറോസിമെൻ്റ് വെച്ച സ്ട്രക്ചർ പണിതിരിക്കുന്നു. ഹാങ്ങിങ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ടേബിൾ കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നമ്മൾ സ്റ്റോറേജ് കൊണ്ടുവന്നിരിക്കുന്നു. ഗ്രീൻ ആൻഡ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ മറ്റൊരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിൽ നമ്മൾ 2 ഡോറിലൊരു വാർഡ്രോബും കൂടാതെ ഒരു ബേ വിൻഡോ സിറ്റിംഗ് ഏരിയ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നമ്മൾ സ്റ്റോറേജ് ഏരിയ ആയിട്ട് എടുത്തിരിക്കുന്നു. ഒരു കുഷ്യൻ നമ്മൾ അതിൻ്റെ നേരെ മുകളിലായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോസിമെൻ്റ് ആണ് സ്ട്രക്ചർ. ഡോറിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലൈവുഡും 710 ഗ്രേഡ് പ്ലൈവുഡും കൂടാതെ മൈക്ക ലാമിനേറ്റ്സുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫെറോസിമെൻ്റ് ആണെന്ന് മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ആ സെയിം മെറ്റീരിയൽ വെച്ച് പാനൽ കൂടി ചെയ്തെടുത്തിരിക്കുന്നു.
വർക്ക് ഇഷ്ടപ്പെട്ടു വരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർഡക്കർ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ അപ്ഡേഷന് വേണ്ടി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. കേരളത്തിൽ മാത്രമായിരുന്ന സർവീസ് ഇപ്പോൾ നമ്മൾ തമിഴ്നാട് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻ്റർഡക്കർ ഇൻറ്റീരിയേഴ്സ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.